Viene y dice, oh. Yeah. Wow. Siempre un perdón, no te mentí. Hello guys, welcome to our channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ മെക്സിക്കോ തന്നെയാണ്, തുളത്തിലാണ്. തുളം എന്ന് പറയുന്നത് ഒരു പണ്ട് കാലത്തെ മായൻസിൻ്റെ തന്നെ ഒരു പിരമിഡ് എന്ന് പറഞ്ഞാൽ വലിയ പിരമിഡല്ല, കുഞ്ഞു പിരമിഡ് ഉള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോ കാഴ്ചകൾ കണ്ടു തുടങ്ങിയല്ലോ. കുറേ കാര്യങ്ങളുണ്ട് നമുക്ക്, പക്ഷേ കുറച്ച് സമയമുള്ളൂ ഇവിടെ. കാരണം 3-5 സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ടു തീർക്കണം. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ടു തീർക്കാം. Malo porque siempre confío en ti y te conozco solo el nombre. Me dice que me ama cuando hay nubes grises, pero me saludan más las olas del mar. Ella es muy bipolar con tantos matices. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇനി എൻട്രൻസിലോട്ട് കയറാൻ പോകുന്നത്. ചെറിയൊരു പാത, അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളൊക്കെ നടന്ന് നല്ല അറ്റ്മോസ്ഫിയറാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ആ താഴത്ത് കൂടിയാണ് ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത്. Ella dice que está bien, que son solo amigos, socio, nada que ver. Me tiene contraseña a nivel pro al cel. Sé que algo oculta pero no sé qué es, yeah. Oiga señorita, quisiera decirle solo una cosita, que mi corazón todavía palpita. Pa' que no lo dañes, que ahí es donde tú habitas, tú no estás de visita. Ella sabe que sin montar que tenga mejor nada. La lealtad es algo que ella no aprecia, no le interesa nada. Yeah. Ella sabe que sin montar que tenga mejor nada. La lealtad es algo que ella no aprecia, no le interesa nada. Me dice que me ama cuando hay nubes grises, pero me saluda. ഞങ്ങളിപ്പോൾ തുളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. കാണാൻ നല്ല രസമുണ്ട്. പഴയ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഭംഗിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പം ബേസിക്കലി ഒരു സ്ക്വയർ വരയ്ക്കും, ഒരു സ്ക്വയർ. എന്നിട്ട് ആ സ്ക്വയർ 4ആയിട്ട് ഇങ്ങനെ ഭാവിക്കും. എന്നിട്ട് ആദ്യത്തെ സ്ക്വയറിൽ ഈ കാണുന്ന ടെമ്പിളൊക്കെയാണ് ഇവർ പണിഞ്ഞു വെക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീനസിൻ്റെ വേണ്ടിയിട്ടുള്ള ടെമ്പിളാണ്. അപ്പം അവരുടെ ദേവത വീനസ് ദേവത പോലത്തെ ഒരു വീനസിനുമായിട്ട് ഇൻഫിനിറ്റി എന്തോ ആയിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാരണത്താലാണ് അവർ വീനസിനെ ഒരു ഗോഡായിട്ട് സ്വീകരിക്കുന്നത്. അപ്പം ആദ്യം അത് പണിയും. അത് കഴിഞ്ഞിട്ട് 9 ബിൽഡിങ് അതിൻ്റെ അടുത്ത പാർട്ടിൽ പണിയും. 9 ബിൽഡിങ് അവർ പണിയാൻ കാര്യം എന്ന് വെച്ചാൽ 9 ഒരു സേക്രഡ് നമ്പർ ആയതുകൊണ്ട്. എന്ന് വെച്ചാൽ 9 ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങൾ എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ 9 ഹോളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതിനെ പറ്റിയുള്ള ഇതെല്ലാം കൂടി 9 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് നമ്പർ ആയതുകൊണ്ട് ഒരു 9 വീട്. ആ 9 വീട് എന്ന് പറഞ്ഞാൽ എലീറ്റ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ഭയങ്കര റിച്ചും പവർഫുള്ളായ ആൾക്കാർക്ക് വേണ്ടി. അത് കഴിഞ്ഞ് അടുത്ത പാർട്ടിൽ മീഡിയം റിച്ചും ഒരു സാധാരണക്കാരനായ ആൾക്കാർ, ഏറ്റവും അവസാനം ലോക്കലായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ വിഭജിച്ച് വെച്ചത്. അങ്ങനെയാണ് ഇത് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾ നടക്കുന്നത് ടെമ്പിളിൻ്റെ സൈഡിൽ കൂടിയാണ്. ഇപ്പുറത്ത് കാണുന്ന ഈ ബിൽഡിങ്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ 9 വീടുകളിൽപ്പെട്ട ഒരു വീട്. അപ്പോൾ ഈ ഗവർണർമാരും അതേപോലെയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത് ഇതിനകത്താണ്. കുറച്ച് നല്ല പവർഫുള്ളായ ആൾക്കാരൊക്കെ. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ലോക്കലായിട്ടുള്ള അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റൂയിൻസ് എല്ലാം ഏകദേശം പോയി, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇവിടുത്തെ കണ്ടു കഴിഞ്ഞു. സംഭവം കൊള്ളാം, നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ. അപ്പോൾ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് പണ്ട് കാലത്ത് നിർമ്മിച്ച സംഭവമാണ്. ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. പക്ഷെ ഭയങ്കര ചൂടാണ്, അത് മാത്രമേ ഉള്ളൂ. കുറേ നടക്കാനുണ്ട് ഇത് കാണാൻ വേണ്ടി. അപ്പോൾ അതേ ഉള്ളൂ ഒരു പ്രശ്നം. ആകെപ്പാടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് എൻഡ് ചെയ്യുന്നിടത്ത് നമുക്ക് കരീബിയൻ ഐലൻഡ് കാണാൻ പറ്റും. നല്ല ബ്ലൂ വാട്ടറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അത്.
Siempre un perdón, no te mentí. Ya no hay nada que me asombre. Malo porque siempre confío en ti. സോ പണ്ട് മായൻസ് ബോട്ടൊക്കെ തുഴഞ്ഞു വലിയ ട്രേഡിങ്ങിനൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ കടലിൽ കൂടെ വന്ന് നേരെ ഇതിൽ കൂടെ ഇങ്ങനെ കയറുമായിരുന്നു ചെയ്തത്. കയറി പിന്നെ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ അങ്ങനെയായിരുന്നു അവർ വന്നുകൊണ്ടിരുന്നത്. സോ ഇനി ഇവിടെ കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. Me dice que me ama cuando hay nubes grises, pero me saludan más las olas del mar. Ella es muy bipolar con tantos matices. ഞങ്ങൾ ഈ ഫോണിൻ്റെ ഉള്ളിൽ കയറുകയാണ്. ഒരാൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ഞങ്ങൾക്ക് സ്ഥലമില്ല. എന്താ വെച്ചത്? സോ തേങ്ങ വെള്ളം കുടിച്ചും ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, തേങ്ങയിൽ എനിക്കൊന്ന് മുളക് പൊടിയും ലൈമും എല്ലാം കൂടി പിഴിഞ്ഞ് അവർ അടിപൊളി സംഭവമായി തന്നിട്ടുണ്ട്. നല്ല എരിവുണ്ട്, പുളിയുണ്ട്, പക്ഷെ കൊള്ളാം സാധനം. ഇനി ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞങ്ങൾ വന്ന് വണ്ടി കയറി. പെട്ടെന്ന് വരികയായിരുന്നു. ആകെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ ടൈം, 1.5 മണിക്കൂർ. സോ ഞങ്ങളോട് പെട്ടെന്ന് ഓടിച്ച് കണ്ട് 3-4 സ്ഥലത്ത് പോകാനുള്ളത്. അപ്പോൾ ബസ്സിലൊക്കെ കയറി ഇനി നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അവിടെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ബസ് നിർത്തി വന്നിരിക്കുന്നത് മുയൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇത് സത്യം പറഞ്ഞൊരു ഇവർക്ക് വേണ്ടി ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സെറമോണിയൽ പ്ലേസ് ആണ്. നമ്മുടെ നാട്ടിലുള്ള ടെമ്പിൾ ആണ്. ടെമ്പിൾ അല്ല, അതേപോലെ തന്നെ ഉള്ളൊരു ടെമ്പിൾ, മായൻസിന് വേണ്ടിയുള്ള ടെമ്പിളാണ്. അപ്പം ഇതൊരു സെറമോണിയൽ പ്ലേസ് ആണ്. അപ്പോൾ ആ സെറമോണിയൽ പ്ലേസ് കയറി കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇവിടെ 2-3 സെറമോണിയൽ പ്ലേസ് ഉണ്ട്. അത് ചിലർക്ക് അതിൻ്റെ പേരറിയത്തില്ല. കാരണം വെച്ചാൽ ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് അവർ പേരിട്ടിരിക്കുന്നത് കാസൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേരിട്ടിരിക്കുന്നത്. സോ ഇവിടെ ഒരു പിരമിഡ് കാണാൻ വേണ്ടി വന്നത്. സോ ഈ പിരമിഡിൻ്റെ ടോപ്പിൽ ഹൈ പ്രീസ്റ്റും ഒക്കെ ഇരിക്കും. അതിൻ്റെ താഴെ കുറച്ച് അവശിഷ്ടമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കോളംസ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് അവരുടെ ബാക്കിയുള്ള ചീഫ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ പുറകിൽ ഒരു 2 ഡക്കിൻ്റെ പടം കണ്ടു. പക്ഷേ ഇവർക്ക് അറിയത്തില്ല ഇത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഡക്ക് എന്ന് പറഞ്ഞ് ആർക്കിയോളജിസ്റ്റും ബാക്കിയുള്ളവരൊക്കെ വന്ന് നോക്കിയിട്ട് അവർക്ക് അറിയത്തില്ല ഇത് എന്താണെന്നാണ് ഉള്ളത്. അപ്പം ഒരു പഴയൊരു നിർമ്മിതിയാണ്. അതുകൊണ്ട് ഇത് കുറേ ബാക്കി നടന്ന കാര്യങ്ങളൊന്നും അവർക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ നല്ലൊരു എന്താ പറയുക ഒരു സ്ഥലമാണ്. പണ്ട് കാലത്തുണ്ടാക്കിയ ഒരു നിർമ്മിതിയായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി മാത്രം അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മിക്കവാറും തുളം കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടും വന്ന് കയറിയിട്ടേ ആൾക്കാർ പോകാറുള്ളൂ. The name of the tour is Tulum y Casa Tortugas. Casa Tortugas are 4 cenotes. See, and Tulum, these the picture with the pieces of art, and then after. Está bien, que son solo amigos, socio, nada que ver. Le tiene contraseña a nivel pro al ser. Sé que algo oculta, pero no sé qué es. അപ്പം ഞങ്ങൾ ഇതാ ഒരു സിനാറ്റിയിൽ വന്നിട്ടുണ്ട്. പിന്നെയും തുളത്തിലുള്ള Oiga, oiga señorita, quisiera decirle solo una cosita, que mi corazón todavía palpita, pa' que no lo dañes, que ahí es donde tú habitas, tú no estás de visita. Ella sabe que
es algo que ella no aprecia, no le interesa. സോ ഞങ്ങൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഫുഡൊക്കെ സ്നാക്സ് പോലെ ടാക്കോയൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം സിനാട്ടിയിൽ ഇറങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് 1 മണിക്കൂർ കൂടെ ടൈം ഉണ്ടായിരുന്നു. സോ അപ്പോൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് ഇതുണ്ട്. ഇവിടെ ഒരു വീടുണ്ട്. ഇത് എനിക്കൊന്ന് Airbnb അല്ലെങ്കിൽ അങ്ങനെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. എനിക്ക് ഒരു റൂമും ബാത്റൂമും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ഫീല് കിട്ടും. ഇവിടെ മൊത്തം ഇല്ലിക്കമ്പും മരങ്ങളും എല്ലാം ആയിട്ട് ഇതുണ്ട്. സോ അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഈ ആൾക്കാർക്ക് ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വന്നു കഴിയുമ്പോൾ ഈ എന്താ പറയുക സിറ്റി വ്യൂ ഒക്കെ ഒന്ന് മാറി നമുക്ക് നല്ലൊരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ കുറച്ചും കൂടി വിട്ട് നമ്മുടെ ബിസി ലൈഫൊക്കെ വിട്ട് നിൽക്കുന്ന ഒരു ഇത് കിട്ടും. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ വീട്. അപ്പോൾ ഞങ്ങളിതാ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. തിരിച്ച് 1 മണിക്കൂറിൻ്റെ അത് കഴിഞ്ഞു. ഫുഡ് ചെറുതായിട്ട് സ്നാക്സ് കഴിച്ചു. ഞങ്ങളുടെ വണ്ടിയിലോട്ട് ഞങ്ങൾ കയറാൻ പോവുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. Nahol Chicken Ite la king Ibei beki oli shang Gitan kon kilichun kash o yumilet sakote belaukna la ciudad de Cobá se encuentra un jeroglifo igual a esta, la cual hace representación a la abeja maya. La abeja maya fue considerada como un dios por la producción de la miel. La miel de esta claim from the Mayans. This is 2,000 years old. Here we find that this symbol, if you look at, it's a hemp chaya, la famosa espinaca maya. Esta plantita tiene las mismas propiedades que la carne, tiene las mismas proteínas que la carne. ഇതൊരു മായൻ വില്ലേജിലേക്ക് ശരിക്കുള്ളൊരു മായൻസ് ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. കുറേ ആൾക്കാരെ ഇപ്പം ഞങ്ങൾ കണ്ടു. ഞാനിപ്പോൾ അറിയാതെ ഒരു ഇതിനകത്തേക്ക് കയറി. പക്ഷേ അതിനകത്ത് ആൾക്കാർ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇറങ്ങി പോന്നു. അപ്പം ഈ കാണുന്നതെല്ലാം മായൻസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഏകദേശം 1000 അല്ല അതിൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം. അവർ ഈ കാണുന്ന നമ്മുടെ നാട്ടിലുള്ള അരകല്ല് അവർ എന്തെങ്കിലുമൊക്കെ സീഡും സംഭവങ്ങളും ഒക്കെ സ്മാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് അവരുടെ അയൺ ബോക്സ്, അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന അയൺ ബോക്സ്. പിന്നെ ഇവിടെ കാണുന്ന അവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കടലിൽ നിന്ന് കണ്ട് എടുത്ത സംഭവമാണ്. അവരുടെ എന്തൊരു ഫോസിലാണിത്. ഇവിടെ കാണാം ഒരു ഫിഷിൻ്റെ പോലത്തെ ഫോസിൽ. പിന്നെ ഈ കാണുന്ന അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പണ്ടത്തെ പോട്രിയാണ് ഇതൊക്കെ. സോ ഈ കാണുന്ന ലീഫ് ഇതാണ് നമ്മുടെ സ്പിനച്ച് പോലത്തെ ഒരു ലീഫാണ്. ഇത് മായൻസ് മാത്രം യൂസ് ചെയ്യുന്നതാണ്. അവർ മായൻസ് മീറ്റും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർ കഴിക്കത്തില്ല. ഓൺലി വെജിറ്റബിൾസ് മാത്രമാണ് കഴിക്കുന്നത്. ഈ കാണുന്ന ലീഫ് അവർ പറയുന്ന കിഡ്നി സ്റ്റോണിനും അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റമ്പും ലീഫും എല്ലാം അവർ കഴിക്കും. അപ്പം മായൻസിൻ്റെ ഫുഡ് അവർ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. അപ്പം വെജിറ്റബിൾസും ഇങ്ങനത്തെ ലീവ്സും മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് ചായ. Look at her. Look at her, how she made it.
La que no le gusta no la hacen así. Para que quede. She's making great. She's doing great. She's doing good. Lo está haciendo bien, ¿verdad? Sí. Sí, mientras se deja así, sí sale, sí infla. Sí infla. Ajá. ¿Qué pasó con la tía que no vino? Su descanso, dice. ¿Ah, sí? Sí, fue a templo. Ah, ya tiene dinero la tía, pues. Sí, dice que sí. Porque infla. Que agarra calor con ganas. Se inflan. Look at it, look at it. Se infla un poquito, mira. Ahí está. Eso sí te queda. You can eat it. Okay, you know, over here in Mexico, the culture is the girl had to make the tortillas. If she had to put it right there on the sartén. Okay, if the tortilla it makes like this, that means your mother-in-law love you. In this case, oh my God. ¿Verdad? Aquí en México, sí, ¿no? Significa que si la tortilla se infla, ella es la creencia maya. ¿Quieres comprobarlo ahorita de una vez, no? La chinga. No, mejor déjalo así, no sé. Sí. No sé que hasta nosotros nos vayamos a sorprender. ഞങ്ങൾ മായൻ വില്ലേജിൽ നിന്ന് ഇറങ്ങി. ജില്ലു ഇവിടെ ചപ്പാത്തി മറ്റേ റൊട്ടിയ ചുറ്റും ഒരു ഉണ്ടാക്കി. അതെ, അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, യെസ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുവാണ്. അപ്പം ഇപ്പോഴും മായൻസ് ജീവിക്കുന്നുണ്ട്, ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഈ വില്ലേജിലുണ്ട്. നമ്മൾ കുറേ പേരെ കണ്ടു. ഒരു വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട് ഉള്ള അതാണ് അവരുടെ ഡ്രസ്സിങ് കളറും സംഭവങ്ങളും ഒക്കെ ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടു. അവരൊക്കെ മായൻസ് ആണ്. ഇവിടെ കുറച്ച് ഫാമിലി ജീവിക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. Ella es muy bipolar con tantos matices. Cuando dice que está bien, piensa que está mal. Todo era bonito cuando lo hacía contigo. Ahora te pido amor como si fuera un mendigo. Y para ser bien claro, que despidan a Cupido y te traigan pica pica pa' tu... ഹലോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി. ഇനി ഇച്ചിരി ഫുഡൊക്കെ കഴിക്കണം പോയിട്ട്. അതെ, അപ്പം നല്ലൊരു ട്രിപ്പായിരുന്നു. തുളു എല്ലാം കണ്ടു, കുറേ സംഭവങ്ങൾ കണ്ടു, കുറേ റൂയിൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ എന്തായിരുന്നു, എന്താ നമ്മളുണ്ട്, എന്താ കണ്ടു വെച്ചാൽ കുറേ എന്തൊക്കെ കണ്ടു, എല്ലാം കാണാൻ ഒരേപോലെയൊക്കെ ഉണ്ടായിരുന്നു. കുറേ റൂയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. രസമുണ്ടായിരുന്നു തുലം കാണാൻ വേണ്ടി. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ് ഇവിടെ തീരുവാണ്. അതുപോലെ തന്നെ മെക്സിക്കോയിലെ അത്യാവശ്യം കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു. അത്യാവശ്യമല്ല, മിക്കവാറുള്ള എല്ലാം മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കാണിച്ചു. പലരും കാണാത്ത സംഭവം ഉണ്ടായിരുന്നു. ലാസ്റ്റ് കൊളറാഡോ പോലത്തെ പിങ്ക് ലേക്ക്, അതങ്ങനെ എല്ലാവരും പോയി കാണുന്ന ഒരു സംഭവമല്ല. കാരണം ഇവിടുന്ന് കുറേ ടൈം എടുക്കും, ദൂരമുണ്ട്, 3-4-5 മണിക്കൂറുള്ളതുകൊണ്ട് ആരും അങ്ങനെ പോവാറില്ല. അപ്പം അതേതായാലും കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ഇനി 2 ദിവസം കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആ 2 ദിവസം ഞങ്ങൾ വ്ളോഗൊന്നും ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുക. 2 ദിവസം റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മെക്സിക്കോയുടെ കാഴ്ചകൾ ഇവിടെ തീരുവാണ്. യെസ്. അപ്പം ഞങ്ങൾ അടുത്തൊരു വ്ളോഗിൽ പുതിയ സ്ഥലമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ കാണുക, എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. യെസ്. അപ്പം ബൈ, അഡിയോസ്. Whoa.